ജാതി സെൻസസ് നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഒരു രാപ്പകൽ സമരം നടക്കുന്നുണ്ട്. ഇന്നലെയാണ് ഈ സമരം ആരംഭിച്ചത്. ആ സമരം രണ്ടാം ദിവസത്തിൽ ഇപ്പോഴും ഇവിടെ പുരോഗമിക്കുകയാണ്. ആക്ഷൻ കൗൺസിൽ ഫോർ സോഷ്യോ എക്കണോമിക് ആൻഡ് കാസ്റ്റ് സെൻസസ് എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഈ രാപ്പകൽ സമരം ഇവിടെ പുരോഗമിക്കുന്നത്. KPMS ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നേരത്തെ വലിയ ഒരു ബഹുജന റാലി അടക്കം സംഘടിപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരം തലസ്ഥാനത്തെ സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് ഒരു സമരം സംഘടിപ്പിച്ചിരുന്നു. അതിന് ശേഷമാണ് ഏകദേശം 60ഓളം സംഘടനകൾ, പട്ടികജാതി പട്ടികവർഗ ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ള 60ഓളം സംഘടനകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പരസ്യമായ അല്ലെങ്കിൽ പ്രത്യക്ഷമായ സമരത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഈ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചതിന് ശേഷമുള്ള ആദ്യ സമരമാണ് ഈ രാപ്പകൽ സമരം. ഈ ആക്ഷൻ കൗൺസിലിന്റെ ചെയർമാനായിട്ടുള്ള കടയ്ക്കൽ അബ്ദുൾ അസീസ് മൗലവി നമ്മോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ രാപ്പകൽ സമരം രണ്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ സമരവുമായി മുന്നോട്ട് പോകുന്നത്? എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പരസ്യമായ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കാൻ കാരണം? പാവപ്പെട്ടവരുടെ പേര് പറഞ്ഞ് തൊഴിലാളി വർഗത്തിൻ്റെ സർക്കാർ എന്നറിയപ്പെടുന്ന പിണറായി സർക്കാർ മറ്റ് സംസ്ഥാനങ്ങളിൽ ജാതി സെൻസസ് നടപ്പിലാക്കിയിട്ട് പോലും കേരളത്തിൽ നടപ്പിലാക്കുവാൻ താല്പര്യം കാണിക്കാത്തത് വളരെ പ്രയാസം 80% വരുന്ന പിന്നാക്ക വിഭാഗക്കാരും അതുപോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇത് നടപ്പിലാക്കിയാലേ പറ്റൂ. അംബേദ്കർ വിഭാവന ചെയ്ത ഭരണഘടനയിൽ കാര്യമായിട്ട് തന്നെ പ്രതിപാദിച്ചിട്ടുള്ളത് പ്രാതിനിധ്യ ജനാധിപത്യം എന്നുള്ളതാണ്. ഇവിടെ 80% അടിസ്ഥാന വർഗത്തിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കാതെ 1931 ബ്രിട്ടീഷുകാരുടെ സെൻസസ് അടിസ്ഥാനത്തിൽ മുമ്പോട്ട് പോകുന്നു എങ്കിൽ ഇത് മാറ്റി നിലവിലുള്ള നിജസ്ഥിതി മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ അതിന് തടസ്സമായി നിൽക്കുന്നത് 1931 സെൻസസ് അനുസരിച്ച് മാത്രമേ മുമ്പോട്ട് പോകൂ എന്ന ശാഠ്യമാണ്. അത് വരേണ്യവർഗത്തിലെ ഒരു വിഭാഗം ആൾക്കാരുടെ താല്പര്യമാണ് എന്നുണ്ടെങ്കിൽ ആ താല്പര്യത്തിനെതിരെ സമരം നടത്തുകയും അടിസ്ഥാന വർഗത്തിൻ്റെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇതിന് പ്രാഥമികമായി വേണ്ടത് ജാതി സെൻസസ് ആണ്. അതായത് ഇതുമായി ബന്ധപ്പെട്ട വിവിധ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെയും ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും എന്നതാണ് ഇവർ വ്യക്തമാക്കുന്നത്. നമ്മോടൊപ്പം ഇപ്പോൾ ഈ ആക്ഷൻ കൗൺസിലിൻ്റെ ജനറൽ കൺവീനറായിട്ടുള്ള പുന്നല ശ്രീകുമാർ ചേരുകയാണ്. ഇപ്പോൾ രാപ്പകൽ സമരം രണ്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് തുടർ സമരങ്ങളുടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് വരും ദിവസങ്ങൾ മുന്നോട്ട് വെക്കാൻ പോകുന്ന പ്രക്ഷോഭ പരിപാടികൾ? തീർച്ചയായും സമരം ഇന്ന് അവസാന ദിവസത്തിലാണ്. 4 മണിയോടുകൂടി സമരം വൈൻഡപ്പ് ചെയ്യും. സമരം വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപ് തന്നെ തുടർ കാര്യങ്ങളെ സംബന്ധിച്ച് ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. അതങ്ങനെ ഡിക്ലെയർ ചെയ്യാനിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു വെളിപ്പെടുത്തൽ ഉചിതമാവില്ല എന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും 4 മണിക്ക് അത്. അപ്പോൾ വലിയ ആവശ്യങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ അത്യാവശ്യമായ അടിസ്ഥാന വർഗത്തിന് ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ആവശ്യങ്ങളൊക്കെയാണ് മുന്നോട്ട് വെക്കുന്നത്. അതിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു അനുകൂല നിലപാട് ഇതുവരെയും ഉണ്ടായിട്ടുമില്ല. അതെന്തുകൊണ്ടാണെന്നാണ് കരുതുന്നത്? അല്ല, പിന്നോക്ക വിഭാഗങ്ങളുടെ സാമൂഹിക നീതി സങ്കല്പങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയുന്ന ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ് അവരുടെ സ്ഥിതിവിവര കണക്കുകൾ ശേഖരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ജാതി സെൻസസിൽ ഊന്നി നിന്നുള്ളൊരു പ്രക്ഷോഭമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഒരു കോമൺ മിനിമം പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്ലാറ്റ്ഫോം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജാതി സെൻസസ് നടപ്പിലാക്കുക എന്നുള്ളതാണ് ഈ പ്രക്ഷോഭത്തിൻ്റെ പ്രൈം സ്ലോഗൻ. അത് തന്നെയാണ്. ഒരു വിട്ടുവീഴ്ചയ്ക്കും അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറില്ല. തീർച്ചയായിട്ടും ഇതിന് ഏതറ്റം വരെ പോകേണ്ടി വന്നാലും പിന്നോക്ക വിഭാഗങ്ങളുടെ കൺസോൾട്ടേഷനും അതിൻ്റെ തുടർ പ്രക്ഷോഭങ്ങളും ഉണ്ടാവും. അത്തരത്തിൽ ഈ വിഷയത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കോ ഒരു തരത്തിലുള്ള പിന്നോട്ട് പോക്കിനോ തയ്യാറല്ല എന്നത് തന്നെയാണ് ആക്ഷൻ കൗൺസിൽ ഔദ്യോഗികമായി ഗോപാൽ ശീലാസന്റെ റിപ്പോർട്ടാണ് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കണ്ടത്. ഇനി ഇന്നത്തെ സ്വർണ്ണ